ഇവിടെ ഒരു തടവുകാരൻ വെള്ളമുപയോഗിച്ച് തലമുടി വാരി എന്നിട്ട് ഒളിപ്പിച്ചു വെച്ച പോലീസ് യൂണിഫോം ടോയ്ലറ്റിൽ നിന്നെടുത്ത് ധരിച്ചു. തുടർന്ന് ശാന്തനായി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി തടവുകാരെ നിരീക്ഷിച്ചിരുന്ന ജയിൽ ഗാർഡിനെ കടന്നുപോയി. ജാക്ക് പോക്കറ്റിൽ നിന്ന് ആക്സസ് കാർഡ് എടുത്ത് ഗേറ്റ് തുറന്നു. ജയിലിന് പുറത്തേക്ക് നടന്നു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ജയിൽ വാൻ വയർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവൻ വേഗത്തിൽ വണ്ടിയോടിച്ചുപോയി. പിന്നീട് ഒരു സെക്യൂരിറ്റിയാണെന്ന് നടിക്കാൻ റോഡരികിൽ നിന്ന് $3 ഒരു വർക്ക് യൂണിഫോം വാങ്ങി. റോഡരികിൽ നിർത്തിയ ഒരു ആഡംബര കാറിനടുത്തേക്ക് അവൻ കൈവീശി ഉടമയുടെ കയ്യിൽ നിന്ന് ടിപ്പും കാർ താക്കോലും വാങ്ങി. അങ്ങനെ അവൻ ഒരു ആഡംബര കാർ എളുപ്പത്തിൽ ഓടിച്ചുപോയി. പിന്നീട് ജാക്ക് ഒരു ക്ലീനറായി നടിച്ച് ബാങ്കിന്റെ ബേസ്മെന്റിലേക്ക് ഒളിഞ്ഞുകയറി പോക്കറ്റിൽ നിന്ന് ചെയിൻസോ എടുത്ത് കൺവെയർ പൈപ്പ് ലൈനുകളിലൊന്ന് മുറിച്ചു. മുൻകൂട്ടി തയ്യാറാക്കിയ വ്യാജ തൊഴിൽ രേഖകൾ കൺവെയർ പൈപ്പ് ലൈനിലേക്ക് തിരുകി കയറ്റി. തുടർന്ന് ക്ലീനിംഗ് കാർട്ടിനടിയിൽ ഒളിപ്പിച്ചുവെച്ച ഡോക്യുമെന്റ് ബോക്സ് എടുത്ത് ലിഫ്റ്റിൽ കയറി. അവൻ ക്ലീനറുടെ വസ്ത്രം അഴിച്ചുമാറ്റി ഉള്ളിൽ ഫോർമൽ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അവിടുത്തെ ക്ലർക്കിന്റെ അടുത്തെത്തിയപ്പോൾ ആദ്യ ദിവസം ജോലിക്ക് വന്നതാണെന്ന് അവൻ പറഞ്ഞു. പുതിയ ജോലിക്കാരന്റെ വരവിനെക്കുറിച്ച് തങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് ക്ലർക്ക് പറഞ്ഞു. എന്നാൽ കൺവെയർ പൈപ്പ് ലൈൻ പരിശോധിച്ചപ്പോൾ അവൾക്ക് ജാക്കിന്റെ തൊഴിൽ രേഖകളും വർക്ക് ഐഡിയും ലഭിച്ചു. അവൾ ജാക്കിനെ സെക്യൂരിറ്റി ഡോറിനടുത്തേക്ക് കൊണ്ടുപോവുകയും സെക്യൂരിറ്റി ആക്സസ് കൺട്രോൾ തുറക്കാൻ സഹായിക്കുകയും ചെയ്തു. ജാക്ക് അവളുടെ തോളിലെ നൂല് വൃത്തിയാക്കാൻ സഹായിക്കുന്നതായി നടിച്ച് തക്കം നോക്കി അവളുടെ വർക്ക് ഐഡി എടുത്തു. ക്ലർക്കിന്റെ വർക്ക് ഐഡി ഉപയോഗിച്ച് ബാങ്കിന്റെ അകത്തേക്കുള്ള വാതിൽ തുറന്നു. തുടർന്ന് 2 പാസ്വേഡുകൾ നൽകി ബാങ്കിന്റെ നിലവറയിലെത്തി. ജാക്ക് പെട്ടി തുറന്ന് നിറയെ പണം നിറച്ചു. ഒടുവിൽ ബാങ്കിന്റെ മുൻവാതിലിലൂടെ ഗമയോടെ പുറത്തിറങ്ങി. എന്നാൽ ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങിയതും 2 ഏജന്റുമാർ അവനെ തടഞ്ഞു. അവർ ജാക്കിന്റെ കയ്യിൽ നിന്ന് പണം നിറഞ്ഞ പെട്ടി വാങ്ങി ഒരു ഇലക്ട്രോണിക് കാൽ ബ്രേസ്ലെറ്റ് ധരിപ്പിച്ചു. ജാക്ക് FBI പ്രത്യേകമായി നിയമിച്ച ഒരു ക്രൈം മാസ്റ്ററും സുരക്ഷാ കൺസൾട്ടന്റുമായിരുന്നു. ഈ തവണത്തെ അവന്റെ പ്രവർത്തനം പ്രധാന ബാങ്കുകളുടെ സുരക്ഷാ നിലവാരം പരിശോധിക്കുന്നതിനായിരുന്നു. ഇതുപോലുള്ള കൂടുതൽ മൂവി എക്സ്പ്ലനേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.